ഹായ് ഫ്രണ്ട്സ്, ഞാനിവിടെ തയ്യാറാക്കുന്നത് ഉള്ളിക്കറിയാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിക്കറിയാണ്. ചപ്പാത്തിക്കും പൂരിക്കും ഒക്കെ സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ളൊരു ഉള്ളിക്കറിയാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഉള്ളിക്കറി തയ്യാറാക്കാനായിട്ട് ആദ്യമായിട്ട് ഞാൻ പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 അല്ലി വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിവിടെ മീഡിയം സൈസ് 2 സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്, അതിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇത് ഇളക്കി കൊടുക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. ചപ്പാത്തിക്കും പൂരിക്കും ഒക്കെ പറ്റുന്ന അടിപൊളിയായിട്ടുള്ളൊരു കറിയാണ്. സവാള ഒന്ന് വഴന്ന് വരുന്നിടം വരെ ഇളക്കി കൊടുക്കണം. പൂരിക്കും ചപ്പാത്തിക്കും ഒക്കെ പെട്ടെന്ന് കറി ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ഇതുപോലെ അങ്ങ് തയ്യാറാക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ ചെയ്യാം. നല്ല ടേസ്റ്റുമാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ സവാള വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടൊമാറ്റോ അരിഞ്ഞതാണ്, അതിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 പച്ചമുളക് അരിഞ്ഞതാണ്. എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതുകൂടെ ഒന്ന് വഴന്ന് വരണം. ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് തന്നെ വഴന്ന് വരും. ഫ്ലെയിം കുറച്ച് വയ്ക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 തണ്ട് കരിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അങ്ങനെ നന്നായിട്ട് ടൊമാറ്റോയും വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ഓരോന്നായിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് ചേർത്തിട്ടുള്ളത് കൊണ്ട് ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. അതുകൊണ്ട് എരിവ് തീരെ കുറവാണ് അത്രയും ചേർത്ത് കൊടുക്കുന്നത്. എരിവുള്ള മുളകാണ് 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മീറ്റ് മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പൊടിയുടെ ആ ഒരു പച്ചമണമൊക്കെ മാറി വരാനായിട്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് തിളച്ച് വരണം. നല്ല കുറുകി നല്ല തിക്കായിട്ടുള്ളൊരു ഗ്രേവിയാണിതിന്. അപ്പോഴത്തേക്കിന് അതിനായിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് തിളച്ച് എണ്ണ തെളിഞ്ഞ് വരണം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്, അല്ലെങ്കിൽ ശർക്കര ചേർക്കുക, ഒരു ചെറിയ പീസ്. പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് വരാനായിട്ട്. ഇതിനെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഇളക്കി കൊടുക്കാം. ഇനി ഉപ്പ് ഒന്നും ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ആദ്യം ചേർത്തിരുന്ന കുറച്ച് കുറവാണ്, അതുകൊണ്ട് 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാം. ചപ്പാത്തിക്കും പൂരിക്കും ഒക്കെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു കറിയാണ്. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടും വളരെ എളുപ്പത്തിലും തയ്യാറാക്കാൻ പറ്റും. ചപ്പാത്തിക്കും പൂരിക്കും ഒക്കെ സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി ഒരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാം.